من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر بزدنا علما وحلما وحكما وعقلا وأدبا كاملا وارتدم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله الحمد لله الحمد لله على كل حال ونعوذ بالله من أحوال أهل النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عبدا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم نستجيبوا لهم وجعلنا بينهم موبقا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇറക്കി തരികയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാനും അതിനെ മരണം വരെ കൊണ്ടു നടക്കുവാനും സൂക്ഷിക്കുവാനും ഇൽമിന്റെയും ഹിഫ്ളിന്റെയും പവിത്രതകളും വിശുദ്ധമായ ഖുർആന്റെ മഹാത്മ്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും വലിയ സൗഭാഗ്യം തരട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫിന്റെ 50 വരെയുള്ള ആയത്തുകളെ പറ്റി നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇബ്ലീസിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രാരംഭ ഘട്ടത്തിൽ അടുത്തുണ്ടായിരുന്ന മലക്കുകളോട് ഒരു ആലോചന നടത്തിയതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി, വണങ്ങാൻ വേണ്ടി, ആദരവ് അറിയിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചു. ഫസഖ അൻ അംരി റബ്ബി, അല്ലാഹുവിന്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു. കാന മിനൽ ജിന്നി, ഈ ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനാണ്, ജിന്നുകളിൽപ്പെട്ട ആളാണ്. ജിന്നിന്റെ പ്രകൃതിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ എങ്ങനെയാണ് പറയുന്നത്? മാ അശ്ഹദതുഹും ഖൽഖസ് സമാവാതി വൽ അർദ്, ഇബ്ലീസിനോ അവന്റെ ദുർജിയത്തിനോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ നാം കാണിച്ചു കൊടുത്തിട്ടില്ല, നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സൃഷ്ടിപ്പിനെയും അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വമാ കുന്തു മുത്തഖിദൽ മുദല്ലിന അദദ, വഴികേടിലാക്കുന്നവരെ ഞങ്ങൾ സഹായം തേടാറില്ല. ലലാലത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായം ഞങ്ങൾക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അവരുടെ സഹായം തേടാറുമില്ല. വയൗമ യഖൂലു നാദു ശുറകാഇ, അല്ലാഹു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്, എന്നോട് നിങ്ങൾ പങ്കു ചേർത്തവരെ എല്ലാരെയും വിളിക്കും. അല്ലദീന സഅംതും, ഞാനല്ലാതെ ഇലാഹുണ്ട് എന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നവരൊക്കെ നിങ്ങൾ വിളിച്ചുകൂട്ടി. ഫദഅഹും, അവരൊക്കെ വിളിച്ചുകൂട്ടും. ഫലമസ്തജീബു ലഹും, പക്ഷേ ആർക്കും അവിടെ മറുപടിയില്ല. വജഅൽനാ ബൈനഹും മൗബിഖ, അപ്പോൾ അവരുടെയും വിഗ്രഹാരാധകരുടെയും വിഗ്രഹങ്ങളുടെയും മൗബിഖിനെ, അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. ഒരു മറയാണെന്നും ജഹന്നമിന്റെ ഒരു താഴ്വരയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. നാം നിശ്ചയിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 51, 52 ആയത്തുകളിലൂടെ നമ്മോട് പറയുന്നത്.
ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ശൈത്താനെ കുറിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന്. വളരെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ഒരു സൈനിക സംവിധാനമാണ് പൈശാചിക ലോകം എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അപകടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ച് അതിനെക്കുറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഇസ്രാ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ ഇബ്ലീസിന് നൽകിയ, ഇബ്ലീസ് ആവശ്യപ്പെട്ടപ്പോൾ അവൻ നൽകി കൊടുത്തൊരു സൗകര്യമുണ്ട്. അതിങ്ങനെയാണ്: واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. ആ മനുഷ്യരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക. അവർക്കതിൽ നിന്റെ കുതിരപ്പടയെയും നിന്റെ കാലാൽപ്പടയെയും നീ വിളിച്ചു കൂട്ടുകയും ചെയ്തു കൊള്ളുക. സ്വത്തുകളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു കൊള്ളുക. പക്ഷെ പിശാചി എപ്പോഴും ചതിയും വഞ്ചനയും മാത്രമേ വാഗ്ദാനം ചെയ്യാറുള്ളൂ എന്ന്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ശക്തമായ ഒരു കൃത്യതയുള്ള, നിഷ്ഠയുള്ള ഒരു പട്ടാള ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു സൈനിക സംവിധാനമാണ്. നമ്മൾ കാണാത്ത പ്രതലത്തിൽ നമുക്ക് ചുറ്റും ഒരു മനുഷ്യൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന സമയം മുതൽ നാളെ നമ്മൾ ഈ ലോകം വിട്ട് പിടിച്ച് നമ്മൾ ഇമ്മാ ഇലൽ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ എന്ന രൂപത്തിലേക്ക് ഈ ലോകം വിട്ട് പിരിയുന്നത് വരെയും ഈ ശക്തമായ സൈനിക സംവിധാനത്തിന്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശേഷം ഞാൻ പറയുന്ന പോയിന്റുകൾ കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം അപകടകരമായ പൊസിഷനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും. ഇബ്നു അബി ദുനിയ എന്ന മഹാനവർക്ക് ഒരു ഗ്രന്ഥമുണ്ട്, മകായിദു ശൈത്താൻ, ശൈത്താനിന്റെ കെണിവലകൾ, അവന്റെ ചതിക്കുഴികൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്ന് കോട്ട് ചെയ്ത ഏതാനും പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലൊരു ഹദീസ് ഉണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു തആല അൽ-ജിന്ന തലാസത അസ്നാഫി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ 3 ഇനമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സിൻഫുൻ ഹയ്യാത്തുൻ വ അഖാരിബു വ ഖശാശുൽ അർദ് വസിൻഫുൻ കദ്ദീഹി ഫിൽ ഹവാ വസിൻഫുൻ അലൈഹിം അൽ ഹിസാബു വൽ ഇഖാബ. ഒരു വിഭാഗം പാമ്പുകളും തേളുകളുമാണ്. ജിന്നുകൾ 3 വിഭാഗമുള്ളതിൽ ഒന്നാമത്തെ വിഭാഗം അവർ പാമ്പുകളും തേളുകളുമാണ്. വഹശാശുൽ അർദി, ഈ ഭൂമിയിലുള്ള മറ്റ് പ്രാണികളുമാണ്. വസിൻഫുൻ കദ്ദീഹി ഫിൽ ഹവാ, മറ്റൊരു വിഭാഗം അന്തരീക്ഷത്തിലുള്ള വായു കണക്കെ സഞ്ചരിച്ച് നടക്കുന്നവരാണ്. വസിൻഫുൻ അലൈഹിം അൽ ഹിസാബു വൽ ഇഖാബ, മറ്റൊരു വിഭാഗമാണ് നാളെ മനുഷ്യന്മാരോട് കൂടി പരലോകത്തിൽ ഹാജരാക്കപ്പെട്ടിട്ട് വിചാരണയ്ക്ക് വിധേയരായിക്കൊണ്ട് ഹിസാബും ഇഖാബും പ്രതിഫലവും ശിക്ഷയും നൽകപ്പെടുന്ന വിഭാഗം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ജിന്നുകൾ ഉദ്ദേശിക്കുന്നത് ഈ 3ാമത്തെ വിഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ജിന്നുകൾ 3 വിഭാഗമായിട്ടാണ് നമ്മുടെ ഇടയിൽ പരന്നു നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു സംഗതി പറയാം. ഈ പല രൂപങ്ങളിലും രൂപാന്തരപ്പെടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംസാരം നടന്നു. മഹാനവർ പറയുകയുണ്ടായി, ഇന്ന അഹദൻ ലാ യസ്തത്തി വ യതഗയ്യറ അൻ സൂറത്തിഹി അല്ലതി ഖലഖല്ലാഹു തആല അലൈഹി വലാകിൻ ലഹും സഹറതൻ കസഹറതികും ഫൈദാ റഅയ്തും മിൻ ദാലിക ശൈഅൻ ഫഖദൂഹു ഫഖദീഹു. പറഞ്ഞാൽ
അള്ളാഹു പടച്ച ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പോകാൻ ഒരു സൃഷ്ടിക്കുമാകില്ല. അള്ളാഹു ഏതൊരു രൂപത്തിൽ നിന്ന് പടച്ചോ ആ രൂപത്തിൽ തന്നെ നിൽക്കാനേ എല്ലാവർക്കും കഴിയുള്ളൂ. അപ്പൊ പിന്നെ എന്താണ് ജഗത്തിപ്പോഴൊക്കെ പല രൂപങ്ങൾ, മലയുടെ രൂപങ്ങളിൽ, പുകയുടെ രൂപങ്ങളിൽ, സിംഹമാര ഭയങ്കര ഭയാനകമായ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ്. വളരെ റയറായിട്ട് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. പൊതുവിൽ സത്യവിശ്വാസികൾക്ക് പ്രത്യക്ഷപ്പെടാൻ ജിന്നുകൾക്ക് പേടിയാണ്, മനുഷ്യന്മാരുടെ മുന്നിൽ പേടിയാണ് പൊതുവെ. പക്ഷെ സത്യവിശ്വാസികൾ ഈമാനുള്ളവരുടെ മുന്നിൽ, ഖുർആൻ ഓതുന്നവരുടെ മുന്നിൽ, ദിക്ർ ചെയ്യുന്നവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പിശാചുകൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് അള്ളാഹു നൽകിയിട്ടുള്ള രൂപത്തിൽ മാറാൻ ഒരാൾക്ക് കഴിയില്ല. അത് സിഹ്റാണ്, കൺകെട്ടാണ്, മാസ്കരികതയാണ്, മറിമായം കാണിക്കലാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ സിഹ്ർ ചെയ്യും പോലെ അവർ കണ്ണിന് മറിമായം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഹദീസിൽ കാണാം. എത്രത്തോളം പിശാച് വ്യാപകമായി എന്ന് വെച്ചാൽ യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാമിൻ അഹ്ലി ബൈത്തി മിനൽ മുസ്ലിമീന ഇല്ലാ ഫീ സബ്ബി ബൈത്തിഹി മിനൽ ജിന്നി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടിന്റെ മച്ചുകളിൽ, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടിന്റെ മച്ചുകളിൽ ശൈത്താൻ, പിശാചുകൾ, ജിന്നുകൾ ധാരാളം വസിക്കുന്നുണ്ടോടെ. ഇതാ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊക്കെ വീടുകളിൽ നമുക്ക് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് വെള്ളം എടുത്ത് വെക്കുമ്പോഴെങ്കിലും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ തുറന്നു വെച്ചിട്ട് ഭക്ഷണവും പാത്രവും ഒക്കെ, വെള്ളവും ഭക്ഷണവും ഒക്കെ എടുത്ത് വെച്ചിട്ട് തുറന്നു വെച്ചിട്ട് പോകാറുണ്ട്. അതെ, ഈ ഹദീസ് പഠിച്ചോളി. നിങ്ങൾ ഭക്ഷണം എടുത്ത് വെച്ചാൽ അത് അടച്ചു വെക്കാതെ പോയാൽ ആ ഭക്ഷണത്തിൽ നിന്ന് അവർ കൈകാര്യം ചെയ്യും. എന്നാൽ നിങ്ങൾ ആ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ പിന്നെ വിഷയത്തിൽ നടക്കാൻ കഴിയില്ല. നമ്മൾ ഈ വെള്ളം കൊണ്ട് വെച്ചു ഇവിടെ, ഈ വെള്ളം ഇവിടെ കൊണ്ട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് എപ്പോഴും കർശനമായിട്ട് ഈ അടപ്പ് മൂടി വെള്ളത്തിൽ വെക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഇത് ഗ്ലാസ് ഇവിടെ ഇങ്ങനെ കൊണ്ട് അടപ്പില്ലാതെ വെച്ചാൽ ശൈത്താൻ സ്വതന്ത്രമായിട്ട് വെള്ളം കുടിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുകയായി. അവനത് കുടിക്കും, അവന് തടസ്സമില്ല. അതേസമയം നമ്മളിന് ഇത് കിട്ടിയില്ല, ഏത് കിട്ടിയില്ല, അടപ്പ് കിട്ടിയില്ല, നമുക്ക് പേന കിട്ടിയത്. പേന, ഈ പേന എടുത്തിട്ട് ചില ആൾക്കാരൊക്കെ ഗ്ലാസ്സിൽ നമ്മൾ പേന എടുത്തിട്ടുണ്ട്. എന്താ കാര്യം? ഒരു പേനയുണ്ടെങ്കിലും തട വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ചില്ലെങ്കിൽ അത് ശൈത്താൻ ഉപയോഗിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്ന ബിസ്മി, അല്ലാഹുവിന്റെ നാമം ചൊല്ലിയല്ല കഴിക്കുന്നത്, കുടിക്കുന്നതെങ്കിൽ അതിൽ ശൈത്താൻ പങ്കാളിയാകും. ഞാൻ പലപ്പോഴും മജ്‌ലിസിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മിക്കവർക്കും ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ഭക്ഷണങ്ങൾ വെക്കുമ്പോൾ, എവിടെയാണെങ്കിലും ഭക്ഷണങ്ങൾ വെക്കുമ്പോൾ അടച്ചു വെക്കാൻ വളരെ കർശനമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത സംഭവം കേട്ടോളൂ. ഖൈസുബ്നു ഉബൈദ് ഹാഫിദ് എന്ന് പറഞ്ഞ മാമിൻ ഫിറാശിൻ യകൂനു ഫീ ബൈത്തിൻ മഫ്റൂശൻ ലാ യനാമു അലൈഹി അഹദുൻ ഇല്ലാ നാമ അലൈഹി ശൈത്താൻ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു വിരിപ്പ്, നമ്മുടെ മെത്തകള്, നമ്മൾ കിടക്കുന്ന പാകള് നമ്മൾ തുറന്നാണ് ഇട്ടേക്കുന്നത് എങ്കിൽ, അത് നിവർത്തിയാണ് ഇട്ടേക്കുന്നത് എങ്കിൽ, അത് ഉറങ്ങിയിട്ടെങ്കിൽ മടക്കി വെച്ചിട്ടില്ല എങ്കിൽ, ഇല്ല നാമ അലൈഹി ശൈത്താൻ, പിശാച് അതിൽ ഉറങ്ങുന്നത് തന്നെ ചെയ്യും. സാധാരണ നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ മെത്തയില് നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല പാളിനായിട്ട് ഇടയ്ക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറങ്ങി തിരിഞ്ഞ് വന്ന് ഒരു പട്ടിയെങ്കിലും പോകാതെ, ഒന്നും എടുക്കാതെ, പല്ല് വയ്ക്കാതെ ഒറ്റ മറിച്ചിലാണ് മതി. അന്ന് ശൈത്താനോടെ കിടന്നുറങ്ങും, അന്ന് ശൈത്താനോടെ കിടന്നുറങ്ങും. നേരം കിടക്കുമ്പോൾ ശൈത്താനീയമാക്കി എഴുന്നേറ്റ് അടിന്റെ സ്വപ്നങ്ങൾ കാണിച്ചു തരും, വഴികേടിന്റെ സ്വപ്നങ്ങൾ കാണിച്ചു തന്ന വഴികേടി ശൈത്താനുമില്ലാത്ത. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ കിടക്കുന്ന വിരിപ്പുകളെ മടക്കി വെക്കുക. അപ്പൊ ചോദിക്കും, പൂർവ്വത്തിന്റെ ബന്ധം എങ്ങനെയാണ് ഇല്ലാതെ മടക്കി വെക്കുന്നത്? അതിന് ഐഡിയ കിടക്കുന്ന മെത്തയുടെ മുകളിൽ ഒരു ടവലോ ഒരു പായോ ഒരു ഷീറ്റ് വെക്കുക. കിടന്ന് എഴുന്നേൽക്കുമ്പോൾ തലയുടെ മേൽ മടക്കുക. കിടക്കാൻ നേരത്തിൽ വീണ്ടും മുതുകിൽ
അതിനുള്ളിൽ കിടക്കുക. ഇല്ലെങ്കിൽ ശൈത്താൻ അതിനകത്ത് കിടക്കും. അള്ളാഹു മനസ്സിലാക്കി വരട്ടെ. ഇനി വേറെ സംഭവം പറയാം. ഒരു സഹോദരി അടുക്കലേക്ക് ഞാൻ കടന്നു വന്നപ്പോ അവര് പറഞ്ഞൊരു സംഭവം. ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ വീട്ടിന്റെ മച്ചിൽ പൊട്ടി വന്നു, മേൽക്കൂര പൊട്ടി വന്നു. ഒരു കറുത്ത സാധനം ആ പൊട്ടലിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു ഒട്ടകത്തെ പോലെ അല്ലെങ്കിൽ ഒരു കഴുതയെ പോലെ ഇറങ്ങി വന്നു. ഇമ്മാതിരി കറുത്ത സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയ്ക്കും വേഗമായ വൈകൃതമായ ഒരു സാധനത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ ഭരിക്കാനാണ്, എന്നെ മോശപ്പെടുത്താനാണ് ഈ സാധനം എന്റെ അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെ ആ സാധനം എന്റെ അടുക്കിലേക്ക് വന്നപ്പോ ഒരു ചെറിയ ലെറ്റർ ഇങ്ങനെ മേളിൽ നിന്ന് പറഞ്ഞു വരും. ഞാൻ അങ്ങനെ ലെറ്റർ എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കി. അപ്പൊ നോക്കുമ്പോ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മിൻ റബ്ബി അഖബർ ഇലാ അഖബർ അമ്മാ ബഅദ് ഫലാ സബീല ലക ഇലൽ മർഅത്തി സാലിഹത്തി ബിൻതി സാലിഹീൻ. സാലിഹീനിൽപ്പെട്ട ഒരാളിന്റെ മോളെ അതിക്രമിച്ച് കിടക്കാൻ നിനക്ക് അനുവാദമില്ല എന്ന് ഈ ശൈത്താന്റെ രാവിലെ മനുഷ്യന്മാരെ വഴികളിലാക്കാൻ പറഞ്ഞു കിട്ട അവന്റെ ഉടമസ്ഥന്റെ കത്താണ് ഇമെയിലായിട്ട്. സാധാരണ മൊബൈൽ ഇമെയിൽ വന്ന് നടക്കും. അന്ന് അവന്റെ മുമ്പിലേക്ക് ഒരു പേപ്പറിൽ വരികയാണ്. അക്കിബിലേക്ക് എഴുതുന്നു. എന്താ എഴുതുന്നത്? സാലിഹീനിൽപ്പെട്ട ഒരു പെണ്ണിനെ വരിക്കാൻ, ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. അല്ലാഹു അപ്പമാര് സാലിഹീങ്ങളായാൽ, നമ്മുടെ പിതാക്കന്മാരുടെ പരമ്പരയിൽ സാലിഹീങ്ങൾ ഉണ്ടായാൽ, നമ്മുടെ ഗുരു പരമ്പരയിൽ സാലിഹീങ്ങൾ ഉണ്ടായാൽ, ഇനി നമ്മൾ നേരെ പിതാവ് സാലിഹ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാലിഹീങ്ങളുടെ പൈതൃകം പേറിയാൽ, അങ്ങനെയുള്ള മശായിഖന്മാരുടെ തണലിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സംരക്ഷണം കിട്ടും എന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഈ കണ്ടത്. പേടിക്കാനല്ല പറഞ്ഞത്, ജാഗ്രതപ്പെട്ടാൽ. സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം. ഞാൻ ഒരിക്കൽ അത് ചുരുക്കി പറയാൻ നീണ്ടൊരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ മുതൽ കൂട്ടിയിട്ടപ്പോ ഈത്തപ്പഴങ്ങൾ റൂമിൽ അടച്ചിട്ടപ്പോൾ ശൈത്താൻ വന്നതിനെ ഭക്ഷിക്കുകയും അതിനെ പിടിച്ചു കെട്ടുകയും, അങ്ങനെ ശൈത്താൻ എന്നെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ മടങ്ങിപ്പോവുകയും പിന്നെ മടങ്ങി വരികയും ചെയ്തു. അവിടെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ഓതി കഴിഞ്ഞാൽ ഒരിക്കലും പിശാചിന് വന്നെടുക്കാൻ ആ വീട്ടിലോ കെട്ടിടത്തിലോ സാധ്യമല്ല എന്നൊരു പാഠമാണ് ശൈത്താൻ പഠിപ്പിച്ചിട്ട് രക്ഷപ്പെടുന്നത്. ആദ്യം വന്നിട്ട് പോയി തിരിച്ചു കിട്ടു. സുബൈയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ സംഭവം? കിസ്സ പറയാൻ പറയാം. അതിങ്ങനെ ശൈത്താൻ വന്നു. ഇനി ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞത് മാത്രം ഞാൻ അവനെ വിട്ടു. അവൻ ഇനിയും വരുന്നു. അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തരാം. എന്താണ് അറിവ്? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം. ഏതാ സൂറത്തുൽ ബഖറയുടെ അവസാനം? ഒരു കയ്യിൽ പിടിച്ചിട്ട് മറുകയിൽ പിടിച്ചിട്ട് വായിക്കും. അതാണ് കഴിക്കുന്നതിന്റെ ഇങ്ങനെയുള്ള സാധനം കഴിക്കുന്നതിന്റെ സുന്നത്തായ രൂപമാകാം. ഒരു കയ്യിൽ പിടിക്കുക, മറുകയിൽ പിടിച്ച് വായിക്കുക. മറ്റേ രീതി വേറൊരാളുടെ രീതിയാണ്. ആ രീതിയിലുള്ള പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സൂറത്തുൽ ബഖറയുടെ അവസാനം ഏതാണ്? ആമന റസൂൽ. നന്നായിട്ട് കാണാൻ വിളിച്ചിരിക്കും. ശൈത്താൻ 3 ദിവസം വീട്ടിൽ അടുക്കില്ല. അല്ലാതെ ഓതി കഴിയുമ്പോൾ അത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മൾ ആവുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആമന റസൂൽ. വേറൊരു
ഒരു മനുഷ്യ സന്തതി എപ്പോഴും അള്ളാഹുവിന്റെയും ഇബ്ലീസിന്റെയും ഇടയിൽ തൂക്കിയിടപ്പെട്ടവരെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ അവൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ അവനെ ഇബ്ലീസ് കൊണ്ടുപോയിരിക്കും. ഇനി വിശദമായ ഹദീസ് ഇൻഷാ അല്ലാഹ് ശേഷം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇബ്ലീസ് അബുൽ ജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്ലീസ് എന്ന് പറയുന്നത് ജിന്നിന്റെ പിതാവാണ്. കമാ അന്ന ആദമ അബുൽ ഇൻസ്, മനുഷ്യന്റെ പിതാവ് ആദം എന്നതുപോലെ ജിന്നിന്റെ പിതാവാണ് ഇബ്ലീസ്. ഇബ്ലീസിന് 5 മക്കളുണ്ട്. സബർ, അഅ്വർ, മിസ്വത്ത്, ദാസിം, സലംബു. ഈ ചിലപ്പോൾ ഈ മക്കൾക്ക് പേര് കിട്ടും, ഇതൊന്നും വന്നു പോകാതെ ശ്രദ്ധിക്കണം. ഈ വ്യാപാരന്മാരെ പേര് കൂട്ടി ആദ്യ അവസാനം ചേർത്തിട്ട് പേരുണ്ടാക്കി മുസ്ലിം വിളിച്ചിട്ട് പേരിന്റെ അർത്ഥം ചെയ്യും. വല്ലാതെ ദേഷ്യം. കാരണം എവിടെന്നെങ്കിലും ഒരു പേരിട്ടില്ല. ചൈനക്കാരന്മാരെ മക്കൾക്ക് പേരിടുമ്പോൾ പാത്രം എടുത്തിട്ട് സൗണ്ടിന് പേരിട്ടെന്ന് പറഞ്ഞാൽ അവസ്ഥ. ഇന്ന് പേരറിയാം മുസ്ലിം, പേരുണ്ടെങ്കിൽ മുസ്ലിം. നമ്മളിത് എവിടെ നിന്ന് കിട്ടി എന്ന് കണ്ടുപിടിക്കും. ഈ അറബ് എന്ന് പറയുന്നത് മലയാളികൾക്ക് അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റുന്ന വാക്കുകളല്ല. അതിന് കൃത്യമായ ഒരു വസനുണ്ട്. ആ വസന ഒപ്പിച്ചൊരു പേരിട്ടാലേ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. അപ്പൊ ഇത് പേരിടുമ്പോൾ ചിലപ്പോൾ ചെയ്തതുകൊണ്ട് മക്കളുടെ പേരായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറയാം. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. സബറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മുസീബത്തുകളൊക്കെയാണ്. ഒരു മോന്റെ ഡ്യൂട്ടി ലോകത്ത് മൊത്തം മുസീബത്ത് ഉണ്ടാക്കുക. പിന്നെ പോക്കറ്റ് വെച്ചിടുക, കവലത്തടിച്ച് കരയുക, നാശം വിളിക്കുക, അഴവറിയുന്ന മോന്റെ ജോലി വ്യഭിചാരത്തിന് ആൾക്കാരെ ക്ഷണിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുക. മിസ്വത്ത് എന്ന മോന്റെ ജോലി കള്ളം പറയിപ്പിക്കുക. ദാസിം എന്ന ജോലി പിന്നെ ഒരാളോട് കൂടി അയാൾ വീട്ടിലേക്ക് പോകും. എന്നിട്ട് മറ്റുള്ളവരുടെ അഴിവുകളെ കുറവുകളെ കാണിച്ചു കൊടുത്തിട്ട് ഇവന് ദേഷ്യം വരും. ഇതാണ് ദാസിന്റെ ജോലി. കമ്പോളത്തിൽ മാർക്കറ്റിൽ പോയി അവിടെ പ്രശ്നപോരാട്ടം ഉണ്ടാക്കുക. ഇതാണ് സന്തലൂര് എന്ന് പറയുന്ന മാധ്യമ ശൈത്താൻ. ഒരിക്കൽ ശൈത്താനുകൾ കഥ പറയുന്നത് ഹസനത്തിന് സ്വാധീനം എന്നാണ് പറയുകയാണ്. ശൈത്താനെ ഞാൻ കേട്ടു. പാലനിൽ മറുപടി ശൈത്താൻ ഒരു പെണ്ണിന്റെ അടുത്ത് പറഞ്ഞത്രേ, അണ്ടിനി എന്റെ ഫുൾ സൈന്യത്തിന്റെ നേരെ പള്ളികൾ നീയാണ്. കേൾക്കണോണ്ടാ പെണ്ണുങ്ങളിലെ സ്ത്രീകൾ അതിന്റെ അടുത്ത് പെണ്ണിന്റെ അടുത്ത് പറഞ്ഞത്രേ, എന്റെ സൈന്യത്തിന്റെ പകരം ശക്തി നീയാണ്. ഞാൻ എഴുതിവിടുന്ന അമ്പുകളിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാണ് നീ. പല അക്കാവും എനിക്ക് പിഴക്കില്ല. വേറെ ഏത് അമ്പുണ്ടാലും പിഴക്കും. പക്ഷെ ഒരു പെണ്ണിനെ വിട്ടാൽ പലപ്പോഴും പിഴയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല പിന്നെ കാര്യപൂർവമായ പല വിഷയങ്ങളിലും വഴിതെറ്റിച്ചിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് പെണ്ണിനെയാണ്. ഉദാഹരണത്തിന് രാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുവാൻ പോലുള്ള അല്ലെങ്കിൽ ഒരു മുഴുവൻ സംവിധാനത്തെ താറുമാറാക്കാനൊക്കെ പലപ്പോഴും പെണ്ണിനെ മാധ്യമാക്കുന്നത് എന്തുകൊണ്ടാണ്? ശൈത്താൻ വ്യക്തമായിട്ട് പറഞ്ഞത്രേ, നീ എന്റെ സൈന്യത്തിന്റെ നേരെ പകുതിയാണ്. നീ ഞാൻ അയച്ചുവിടുന്ന അമ്പുകളിൽ പിഴയ്ക്കാത്ത അമ്പാണ് നീ. എന്റെ രഹസ്യത്തിന്റെ താക്കോല് നീയാണ്, എന്റെ ആവശ്യങ്ങളിലെ ഭൂതൻ നീയാണ് എന്ന് പെണ്ണിന്റെ അടുത്ത് ശൈത്താൻ പറഞ്ഞത്രേ. നീ അടുത്ത കേട്ടോളി, നല്ലതുപോലെ കേട്ടോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ഭൂമിയിലേക്ക് ഇറക്കിയ സന്ദർഭം, ഇബ്ലീസിനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അന്ന് അവൻ അല്ലാഹുവോട് സത്യം ചെയ്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് മജ്‌ലിസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ അടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി. പോവയല്ലേ, നീ എന്താ ജോലി? ആളെ പിഴപ്പിക്കണം. ഖിയാമത്ത് നാളിൽ ആളെ പിഴപ്പിക്കണം, നരകത്തിലേക്ക് ആളെ കൂട്ടണം. ഇതാണ് അവന്റെ ഡ്യൂട്ടി. അപ്പൊ അവന് പല കാര്യങ്ങളും അവനും വേണം. നോക്കണം, എത്ര ശക്തമായ ഒരു സംവിധാനമാണ് നമ്മുടെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന ഇബ്ലീസ ലമ്മാ ഉൻസില ഇല്ലല്ലാഹു ഖാല യാ റബ്ബ്, ശൈത്താനെ ഇബ്ലീസിനെ ഭൂമിയിലേക്ക് ആട്ടിയിറക്കപ്പെട്ടപ്പോൾ അവൻ ചോദിച്ചു, അല്ലാഹുവേ
റബ്ബേ അൻസൽതനി ഇലൽ അർളി വജഅൽതനി റജീമാ, നീ എന്നെ ഭൂമിയിലേക്ക് ഇറക്കി, നീ എന്നെ ശപിക്കപ്പെട്ടവനാക്കി. ഫജഅൽനി ബൈതൻ, എനിക്കൊരു വീട് തരണം, എനിക്കൊരു വീട് തരണം നീ. ഖാല, അപ്പോൾ അല്ലാഹു ഒരു വീട് വെച്ചു കൊടുത്തു. അൽ ഹമ്മാം, അൽ ഹമ്മാം, ബാത്റൂമുകളും ടോയ്ലറ്റുകളുമാണ് ശൈത്താന്റെ ഭവനം. നമ്മളൊട്ടും ശ്രദ്ധിക്കാത്ത, നമ്മളൊന്നും ചെല്ലാതെ കയറിപ്പോയിരിക്കുന്ന, നമ്മളോട് തീരുമാനിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഹമ്മാം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കയറുമ്പോൾ എന്ത് ചൊല്ലിക്കൊണ്ടാക്കാനാ പറഞ്ഞത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ്. നമ്മൾ ആരും ഓർക്കാറുമില്ല, നമ്മൾ ആരും ചെല്ലാറുമില്ല. അവിടെ വെച്ചാണ് വസ്വാസ് മൊത്തം നമ്മുടെ മനസ്സിൽ കയറുന്നത്. അവിടെ വെച്ചാണ് ഉള്ള അസുഖങ്ങൾ മൊത്തം, ഇൻഫെക്ഷൻ മൊത്തം, രോഗങ്ങൾ മൊത്തം ശൈത്താൻ നമ്മുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്യാൻ നമ്മൾ സുഖമായിട്ട് വെച്ചു കൊടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഹമ്മാം. നമ്മൾ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയി. അല്ലാഹു കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഭൂമിയിൽ വെച്ചു. പരിഹാരവും പ്രശ്നം വെച്ചു, പരിഹാരവും വെച്ചു. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിന്റെ പരിഹാരവുമുണ്ട്. പരിഹാരം നിസ്സാരമായി തള്ളിക്കളഞ്ഞു, പ്രശ്നത്തിലകപ്പെട്ടു. പിന്നെ മരുന്നും മന്ത്രവുമായിട്ട് ബോഡിയിൽ പിടിച്ചിട്ട് കാര്യമാണ് നിങ്ങളെ. ഏതായാലും പറഞ്ഞു ഹമ്മാമാണ് നിന്റെ വെയിറ്റ്. അപ്പൊ പറഞ്ഞു ഫജ്അൽനി മജ്ലിസൻ, എനിക്കൊരു മജ്ലിസിനെ നീ തരണം. അപ്പൊ പറഞ്ഞു അല്ല സിവാഖു വമജാമിഉ ഖുർബാൻ, ചന്തകളും മാർക്കറ്റുകളും വഴിവെക്കുകളിലെ കിടങ്ങുകളുടെ ചുവടുകളുണ്ടല്ലോ, വഴിവെക്കുകളിൽ ഇങ്ങനെ ആണും പെണ്ണും നടന്നു പോകുമ്പോൾ പരിഹസിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്ന കരികളിന്റെ ചുവടുകളില്ലേ, ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതാണ് ശൈത്താന്റെ മജ്ലിസ്. ഖാല ഫജ്അൽനി തുആമൻ, എനിക്ക് നീ ഭക്ഷണം തരണം. ഖാല കുല്ലു മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ കഴിക്കപ്പെടുന്ന ഏത് ഭക്ഷണമുണ്ടോ, അല്ലാഹുവിന്റെ നാമം പറയാതെ കഴിക്കുന്ന ഏത് ഭക്ഷണമുണ്ടോ, ആ ഭക്ഷണമെല്ലാം നിന്റെ ഭക്ഷണം. ശ്രദ്ധിക്കുക. ഫജ്അൽനി ശറാബൻ, എനിക്കൊരു പാനീയം നിശ്ചയിച്ചിരണം. ഖാല കുല്ലു മുസ്ലിമിൻ, എല്ലാ ലഹരി ദ്രാവകങ്ങളും, ലഹരി പിടിപ്പിക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന എല്ലാ ദ്രാവകങ്ങളും അത് നിന്റെ പാനീയമാണ്. ഫജ്അൽനി മുഅദ്ദിന, എനിക്കൊരു മുഅദ്ദിനെ തരണം. നിസ്കാരത്തിന് മുഅദ്ദിനുണ്ട്, പള്ളിയിലേക്ക് മുഅദ്ദിൻ വിളിക്കും, അതുപോലെ എനിക്ക് വിളിക്കുന്ന ഒരു മുഅദ്ദിൻ വേണം. ഖാല മിസ്മാർ, ഓടക്കുഴൽ നാദം. ഖാല ഫജ്അൽനി ഖുർആനൻ, എനിക്കൊരു ഖുർആനിനെ തരണം. ഖാല അശ്ശിഅർ, പദ്യം ശൈത്താന്റെ ഖുർആനാണ്. നമ്മൾ പദ്യങ്ങളും മദ്ഹൊക്കെ പറയാറുണ്ട്, പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ പദ്യവും ഗാനങ്ങളും ഒരു വല്ലാത്ത ശർറാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വേറെ സമയം സംസാരിക്കാം. ഫജ്അൽനി കിതാബൻ, എനിക്കൊരു കിതാബിനെ തരണം. ഖാല അൽ വശ്മു, ടാറ്റു ആണ്, ടാറ്റു. ഫജ്അൽനി ഹദീസൻ, എനിക്കൊരു വർത്തമാനം തരണം. ഖാല അൽ കദിബു, കള്ളമാണ്. ഖാല ഫജ്അൽനി റുസുലൻ, എനിക്ക് നീ ദൂതന്മാരെ തരണം. ഖാല അൽ കഹനതു, ജ്യോത്സ്യന്മാരാണ്. ഖാല ഫജ്അൽനി മസായിദ, എനിക്ക് കുറച്ച് കെണികൾ തരണം. ഖാല അൻ-നിസാ, സ്ത്രീകളാണ് നിന്റെ കെണികൾ, സ്ത്രീകളാണ് നിന്റെ കെണിവലകൾ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്മാരെ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിലേക്ക് കയറിയപ്പോൾ അതിനകത്ത് ഒരു ഷെയ്ഖ് ഇരിക്കുന്നു, ഒരു കിളവയും. ബാക്കിയുള്ളവരെ അറിയാം, മുസ്ലിങ്ങൾ വിരലിലെണ്ണാവുന്ന കുറെ മുസ്ലിങ്ങളുണ്ട്, ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ഇണകളുണ്ട്. ഉറുമ്പിന്റെ ആണും പെണ്ണും, നായയുടെ ആണും പെണ്ണും, എല്ലാത്തിനും ആണും പെണ്ണിനെയും കേട്ടിട്ടുണ്ട്. ഒരാള് ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ആരെന്ന് അറിയാൻ വയ്യ. അപ്പൊ ചോദിച്ചു, ആരാണ്? നിന്നെ ആരല്ലാതെ എല്ലാമാരെയും അവിടെ ശിർക്കിലാക്കി നശിച്ച് അള്ളാഹു ലോകം മുഴുവൻ കഴിവ് ശുദ്ധിയാക്കാൻ പോവേ. ചിന്തിക്കണം, അള്ളാഹു ലോകം മുഴുവൻ ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് മലയുടെ വെണ്ടയിൽ പോയി കപ്പലുണ്ടാക്കി വെച്ച്, എന്നിട്ട് അടുപ്പിൽ നിന്ന് വെള്ളം വന്ന് ഇങ്ങനെ വെള്ളം വന്ന് മലയിലെ മുകളിൽ ചേർന്ന് കപ്പൽ കൊണ്ട് രക്ഷപ്പെടാൻ പോയിട്ട് രക്ഷപ്പെട്ട് ഈമാനുള്ള മൂല്യങ്ങളെയും ലോകത്തിലെല്ലാ പടപ്പുകളുടെയും കിണകളെയും അടുത്തൊരു ലോകപ്രപഞ്ചത്തിന്റെ സംവിധാനത്തിലൂടെ അവിടെ കയറി. ആരെ ചോദിച്ചു, എന്തിനാ വന്നേ? ആ അവന്മാരുടെ മനസ്സിനെ മാറ്റാൻ. ശരീരം നിങ്ങളോട് അപ്പുറത്താവും. ഇവിടെ മനസ്സിൽ ഞാൻ ഒരു പണി വെച്ചാൽ ശരീരം നിങ്ങളോടൊപ്പം മനസ്സ് എന്നോടൊപ്പം. അവിടെ ആദരനെ മനസ്സിലാക്കാൻ ചോദിക്കരുത്. പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രുവെ ഇറങ്ങി നീ പുറത്തേക്ക് വെക്കുക. അപ്പോ ഇവന് അങ്ങനെ
അവൻ ആരാണെന്ന് അറിയാമോ? ശ്രേഷ്ഠമായ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. അവിടെ ഉസ്താദായിരുന്നു. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അറിവ് പഠിപ്പിക്കുന്നതാണ്. ഒരുപാട് അറിവ് അവന്റെ കയ്യിലുണ്ട്. മനുഷ്യന്മാരെ പിടിച്ചെന്നറിയുമ്പോൾ രക്ഷപ്പെടാൻ ഒരു അറിവ് പറഞ്ഞാൽ എന്നെ വിടാൻ പറയും. സാലിഹ്യങ്ങൾ മുഅ്മിനീങ്ങൾ ഈ ഇൽമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അറിവ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അവനെ രക്ഷപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയുന്നു, ഞാൻ 5 കാര്യം മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന 5 കാര്യമുണ്ട്. അതില് 3 ഞാൻ പറഞ്ഞുതരാം. 2 പറഞ്ഞു തരില്ല, 3 ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നൂഹ് അലൈഹി സ്വലാമിന് മേലെ നിന്ന് അറിവ് കിട്ടി. ആ 3 നിനക്ക് ആവശ്യമില്ല, 2 പഠിച്ചു എന്ന് പറഞ്ഞു. 2 അറിഞ്ഞാൽ മതി, 3 കിട്ടിയാക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു 2 കാര്യം പറഞ്ഞുതരാം. ഒന്ന് അൽ ഹസദ്, അസൂയ. അസൂയ എന്ന സാധനം വബിൽ ഹസദി യുഇദു വജുഇതു ശൈത്താനു റജീമാൻ. അസൂയ എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ശപിക്കപ്പെട്ടവരായത്, ഞാൻ ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പിശാചായത്. ഹസദ് എന്ന കാരണം കൊണ്ടാണ്. നമുക്കറിയാലോ, അവിടെ മലക്കുകളുടെ ഉസ്താദായിട്ട് വിരാജിരുന്ന അസാസീനെ അവിടുന്ന് മനുഷ്യൻ എന്ന ഖലീഫയെ അല്ലാഹു സൃഷ്ടിച്ചപ്പോ അതിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഖലഖതഹു മിൻ ദീനിൻ വഖലഖതനി മിൻ നാർ, അവനെ നീ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചു. തീയാണ് പൊങ്ങി പോണത്, മണ്ണിട്ട് താഴോട്ടല്ലേ പോണത്. ഇവന് ഞാൻ സുജൂദ് ചെയ്യാനോ അവനെടുത്ത് അസൂയ തോന്നിട്ടാണ് അല്ലാഹു അസ്തഗ്ഫറ വകാന മിനൽ കാഫിരീൻ, ഇവൻ ശപിക്കപ്പെട്ടവനായി തീർന്നത്. രണ്ടാമത്തെ കാര്യം അൽ ഹിർസു, അത്യാഗ്രഹം. അബാല ആദമൽ ജന്നത കുല്ലഹാ, സ്വർഗ്ഗം മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ ഹലാലാക്കി കൊടുത്തു. പിന്നെ ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, നീ നിന്റെ പെണ്ണുപിള്ളയും കൂടെ സുഖമായിട്ട് സ്വർഗ്ഗത്തിൽ റഗദൻ വിശാലമായിട്ട് ജീവിച്ചോ. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഈ വൃക്ഷത്തിൽ തുടരരുത്. ബാക്കി എല്ലാത്തിനും പോകാം, എല്ലാം തിന്നാം, ഉറങ്ങാം, ഉണ്ണാം, എന്തൊരു ജീവിതം സ്വർഗീയം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൃക്ഷത്തിൽ തുടരരുത് എന്ന് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം ഫഅസബത അദതി ബിജുഹുദി ഫിർസി, ആദം അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തോട്ട് ഞാൻ ഇട്ടായിട്ട് എന്നറിയാമോ? അത്യാഗ്രഹം. ഇത്രയും കിട്ടി, ഒരു വൃക്ഷത്തെ മാറ്റി വെച്ചുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി എല്ലാം കൊടുത്തു. അവിടെ പറഞ്ഞു ഈ വൃക്ഷത്തിൽ തൊടല്ലേ. അത്യാഗ്രഹം കൊണ്ടിട്ട് ആ വൃക്ഷത്തിൽ പോയി തൊട്ടു, ഒന്ന് പൊറിഞ്ഞു വെളിക്കായി. അല്ലാഹു മനസ്സിലാക്കി. ഈ 2 കാര്യം ചെയ്ത പഠിപ്പിച്ച ഇൽമാണ് അസൂയയും അത്യാഗ്രഹവും. ഇതിന്റെ ഹഖീഖത്ത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. നന്നായിട്ട് ചിന്തിച്ചു നോക്കി. നമുക്ക് എല്ലാവരും ഈ സാധനമുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് അത്യാഗ്രഹം ഉണ്ടാക്കില്ല, അസൂയ ഉണ്ടായില്ല, വെറുതെയാണ്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് ചിലർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും, ചിലർക്ക് ഇച്ചിരി കുറച്ചായിരിക്കും എന്ന് മാത്രം. നല്ലോണം ചിന്തിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഇതുപോലെ പറയാനുണ്ട്, സമയം കുറച്ചായി, മഴ നിൽക്കുന്നു, ബാങ്കിയൊക്കെ പല ചുരുക്കിയാണ്. ഇതൊരു വലിയ ലോകമാണ് ഈ മഅരിഫത്തുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിനെ അറിയുന്നതിന് മുമ്പ് മഅരിഫത്തു ശൈത്താൻ നമുക്ക് വേണം. പറഞ്ഞാൽ പിശാചിനെ അറിയണം. ഈ പിശാചിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ലെങ്കിൽ, അവനെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ ഈ പണി കിട്ടി. ഇപ്പം തന്നെ ഈ മജ്‌ലിസിൽ ഇന്നലെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ തിന്നുന്നതിൽ പ്രശ്നമോ, നമ്മൾ ഉടുക്കുന്നതിൽ പ്രശ്നമോ, നമ്മൾ കിടക്കുന്നതിൽ പ്രശ്നമോ, നമ്മൾ കയറി ഇരിക്കുന്നിടത്ത് പ്രശ്നമോ, എല്ലായിടത്തും പ്രശ്നമോ. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം ഇനി വരാനുള്ളതെന്ന് തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഹമ്മദ് നിവേദനം ചെയ്യുന്നു, കുല്ലുൽ മുഅ്മിനി 360 മലക്കൻ, 360 മലക്കുകൾ ഓരോ മനുഷ്യനും അല്ലാഹു കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ആയിട്ട്. 360 മലക്കുകൾ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത 360 മലക്കിന്റെ പ്രൊട്ടക്ഷനാണ് ഓരോ മനുഷ്യന്മാരും ഉള്ളത്. എത്രത്തോളം തേൻപാത്രം ഉണ്ടല്ലോ, തേൻപാത്രം. തേൻപാത്രത്തിൽ നിന്ന് ഈച്ചയെ ആട്ടിക്കളയും പോലെ, തേൻപാത്രത്തിൽ നിന്ന് ഈച്ചയെ ആട്ടിക്കളയും പോലെ ഓരോ മനുഷ്യനിൽ നിന്ന് പിശാചിനെ ആട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന 360 മലക്കുകളുടെ പ്രൊട്ടക്ഷനിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. എല്ലാം ഇങ്ങനെ 2 കൈയും നീട്ടി നിൽക്കുകയാണ് മനുഷ്യരെ പിടിക്കാൻ വേണ്ടി. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഈ മലക്കളുടെ പ്രൊട്ടക്ഷൻ മാറ്റിയിട്ട് സ്വന്തം നഫ്സിലേക്ക് അവന്റെ പ്രൊട്ടക്ഷൻ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്താൽ ഈ പിശാചെല്ലാം കൂടി അപ്പിയെടുക്കും മനുഷ്യനെ. അപ്പോൾ അങ്ങനെ പറയുന്നത് ഖതഫ എന്ന് പറഞ്ഞാൽ പൂവറിക്കുക എന്നാണ് കാര്യം. പിശാചെല്ലാം കൂടി മനുഷ്യനെ അപ്പിയെടുക്കും. അമ്മാതിരി പ്രൊട്ടക്ഷൻ പടച്ചറപ്പ് നമുക്ക് നൽകിയ നിയമത്തിന്റെ വില നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളെ കഴിവാണ്. നമ്മൾ എഴുന്നേറ്റ് തിന്ന് ഓടി ചാടി ഇത് സെറ്റപ്പ്. ഞാൻ 360 സാധനം ചുട്ടാക്കുന്നത് താങ്ങിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിമിഷം മാറ്റി കഴിഞ്ഞാൽ പിശാചുകൾ പറ്റിയെടുത്തുകൊണ്ട് കീറി പടപ്പിക്കുന്നു. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് വേണ്ടതുണ്ടെങ്കിൽ ഒരു ഹദീസ് കൂടെ പറഞ്ഞു നിർത്താം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാല ലികുല്ലി അബ്ദിൻ ഹഫളത്തുൻ യഹ്ഫളുഹു ലാ യജ്കാലി ഹായിത്തുൻ ഔ യതറദ്ദാ ഫി ബിയദിൻ ഔ തുസീബഹു ദാബത്തുൻ. ഓരോ മനുഷ്യനും എപ്പോഴും പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത്. അവന്റെ മേലൊരു മതില് വന്ന് വീഴാതെ, അല്ലെങ്കിൽ അവൻ കിണറ്റി ചെന്ന് വീഴാതെ, അല്ലെങ്കിൽ ഒരു മൃഗം വന്ന് പിടിക്കാതെ. നിങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെ, ഇന്ന് നേരം വെളുത്തിൽ എത്ര വാഹനങ്ങൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയത്, എത്ര മൃഗങ്ങൾക്ക് മുന്നിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയത്, എത്ര അപകടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയത്. ഒരബദ്ധവും പറ്റാതെ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് ഓരോരുത്തരും ചുറ്റും സംവിധാനിച്ചു തന്ന 360ഓളം മലക്കുകളുടെ പ്രൊട്ടക്ഷനുള്ളവരാണ്. പടച്ചിറപ്പിന്റെ കരുണയും സ്നേഹവും അവന്റെ സ്നേഹവായ്പും എത്രയോ വലുതാ. ഇത്ര ഉമ്മായും ബാപ്പായും പോലെ കാത്തിരിക്കൂല മനുഷ്യന്മാരെ. അപ്പൊ റബ്ബ് ഇത്ര വലുതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നോക്കിക്കട്ടെ. ചുരുക്കിയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് കുറച്ചുകൂടി ശൈത്താനെ കുറിച്ച് മനസ്സിലാക്കും. കൂടുതൽ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്